വന്ദനയ്ക്ക് ഇഷ്ടമില്ലല്ലേ? എടാ, നീ കാര്യം ഒന്ന് നേരെ പറഞ്ഞാൽ മതിയല്ലോ. നമ്മൾ തമ്മിൽ ഈ ഒളിച്ചൊളിയൊക്കെ എന്തിനാ? മുത്തശ്ശിയുടെ വക ഉപദേശം മാത്രമല്ലല്ലോ, ദ്രോഹിക്കാവുന്നതിന്റെ അത്രയും ദ്രോഹിച്ചില്ലേ? ഓ അയ്യോ, അതൊന്നും എന്നെ ഓർമ്മിപ്പിക്കല്ലേ. ഞാൻ ചിലപ്പോ വല്ലതൊക്കെ ചെയ്തു പോവും. എടുത്ത് എന്തിനാ നോക്കി നിൽക്കുന്നേ? ഞങ്ങൾ സംസാരിക്കുന്നത് ശ്രദ്ധിക്കണ്ട. ഞാൻ നിങ്ങളുടെ സംസാരം ശ്രദ്ധിച്ചില്ലല്ലോ ഉർവശി. ഇനി എന്താ ചെയ്യേണ്ടെന്ന് ഓർത്തു നിന്നതാ. ഓ പിന്നെ വലിയ ശാസ്ത്ര പരീക്ഷണല്ലേ അടുക്കളയിൽ നടക്കുന്നത്. ആ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അടുക്കള പണി ചെയ്യുന്ന ഒരുത്തിയെ ഐശ്വര്യലക്ഷ്മിയായിട്ടല്ലേ കൊണ്ടു നടന്നത്. ആ അപ്പ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. കൂടിയാൽ ഒരു അരമണിക്കൂർ, എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് വരും. എല്ലാം റെഡി ആയിരിക്കണം ഏട്ടത്തി. കൽപ്പനെ വന്നേ, എനിക്ക് കുറച്ചേ മേക്കപ്പ് സാധനങ്ങളുടെ ലിസ്റ്റ് വേണം. ഇന്ന് പോകുമ്പോ വാങ്ങാനാ. ഇനി മുതല് ചന്ദ്രന്റെ കൂടെ നടക്കുമ്പോ ഇവിടുത്തെ കരിമഷിയും പുരട്ടി നടക്കാൻ പറ്റില്ലല്ലോ. വാ. US പോകാനുള്ള തീരുമാനം നല്ലതാ. നിനക്കവിടെ അത്യാവശ്യം കളക്ഷൻ ഉള്ളതല്ലേ. ജോലിയോ ബിസിനസ്സോ ഈസി ആയിട്ട് സാധിക്കുന്ന കാര്യമേ അവിടെ ഉള്ളൂ. അവിടെ നല്ലൊരു സൗഹൃദമുണ്ട്. അവരൊക്കെ നിന്നെ പോലെ ചിന്തിക്കുന്നവരാണെങ്കിൽ കാര്യങ്ങൾ ഈസി ആയിരിക്കും. നിന്റെ കാര്യത്തിൽ ഒരാൾ മാറി നിൽക്കില്ലടാ. ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ പൊതുവെ പറയുന്ന ഒരു കഥയുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെങ്കിൽ ഒരു പിടി അവലുമായി എവന്റെ മുമ്പിൽ ചെന്നാൽ മതി, എവൻ പ്രസാദിക്കും. തേജസ്, ഇത്രയൊക്കെ സംഭവിച്ചു കഴിഞ്ഞപ്പോ വരുൺ മൊത്തത്തിലൊന്ന് കൈവിട്ട അവസ്ഥ ഉണ്ടായിരുന്നു. തേജസിന്റെ വരവോടെയാ വരുണിന്റെ ആത്മവിശ്വാസം ഒന്ന് വർദ്ധിച്ച്. രാധിക, ഞാൻ ഒരാളല്ല, ഇതേപോലെ 100 ആളുകളെ കണ്ടുമുട്ടും. ഇന്നിനിപ്പോ താമസിക്കാനൊരു ഹോട്ടൽ നോക്കണം. എന്തിന്? ഞാൻ ഈ സിറ്റിയിലുള്ളപ്പോ വേറെ എന്തിനാ ഹോട്ടൽ അന്വേഷിക്കുന്നത്? നമുക്ക് എന്റെ ഫ്ലാറ്റിലേക്ക് പോടാ. അവിടെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. എല്ലാവരും കൂടെ ആണെങ്കിൽ രസമല്ലേ? എന്താ, നിങ്ങൾക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. പിന്നെ വേറെ ഒന്നും ആലോചിക്കുന്നില്ല. നമ്മൾ നേരെ ഫ്ലൈറ്റിലേക്ക് പോകുന്നു. നിങ്ങൾ ഒന്നിച്ചു പോകുന്നതുകൊണ്ട് എംബസിയിൽ പോകാനും വിസ അടിക്കാനും ഒക്കെ ഒരുപാട് സമയമെടുക്കും. അതുവരെ നമുക്ക് അടിച്ചു പൊടിക്കടാ. തേജസ്, ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം. എടാ, നീ ഒന്ന് ഹാപ്പിയാക്ക്. നിന്നെ അങ്ങനെ കണ്ടാലേ എനിക്ക് സമാധാനാകും. ഞാനോക്കേടാ. ഒരു മിനിറ്റ് എടാ, ഇപ്പൊ വരാം. സത്യം പറഞ്ഞ എനിക്ക് അത്ഭുതം തോന്നുന്നുണ്ട് കേട്ടോ. വരുണ്ട ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ. ഭാഗ്യ അവനിപ്പോഴും കഴിഞ്ഞൊന്നും മറക്കാത്തത്. അതെന്തിനാ ഒരു ഫ്ലാറ്റിലേക്ക് വിളിച്ചേ? അല്ലാതെ പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല അവനെ പറ്റി. എനിക്ക് എത്ര ഹെൽപ്പ് ചെയ്തവനാ. ഹെൽപ്പ് ചെയ്തവര് മുഴുവൻ വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കണോ? എന്തെങ്കിലും കാശ് വേണമെങ്കിൽ കൊടുക്ക്, എന്നിട്ട് ഒഴിവാക്ക്. വന്ദന, താൻ എന്തായി പറയുന്നത്? എനിക്ക് എന്റെ പ്രൈവസി കളയാൻ പറ്റില്ല. എന്റെ അച്ഛൻ എനിക്ക് വേണ്ടി എടുത്തു തന്ന ഫ്ലാറ്റാ. അവിടെ ആര് താമസിക്കണം ആര് താമസിക്കണ്ടെന്ന് എന്റെ തീരുമാനം. വന്ദന പ്ലീസ്, അവര് കുറച്ച് ദിവസം. ആ കുറച്ച് ദിവസത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സംസാരിക്കാൻ ഇരിക്കുമ്പോ വരുണിന്റെ മുഖത്തേക്കല്ല തേജസിന്റെ നോട്ടം, അവളുടെ മുഖത്തേക്കാ. താൻ എന്തായി പറയുന്നേ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേരെ കാണുമ്പോഴേ നിങ്ങളുടെ സ്വഭാവം പണ്ട് എനിക്ക് അറിയുന്നതാ. ഞാൻ സമ്മതിക്കില്ല തേജസ്, ഒരു കാരണവശാലും സമ്മതിക്കില്ല. എടോ,
എടാ എൻ്റെ മറവിയെക്കുറിച്ച് നിനക്കറിയാലോ. ഒരു അബദ്ധമാണ് ഞാൻ കാണിച്ചത്. ഇന്നലെ വന്ദനയുടെ അച്ഛൻ വിളിച്ചിരുന്നു. ഞങ്ങളെ രണ്ടുപേരോടും ദുബായിലേക്ക് ചെല്ലാൻ പറഞ്ഞിരിക്കുക. ആക്ച്വലി അതിൻ്റെ ടിക്കറ്റ് എടുക്കുന്ന കാര്യം തന്നെ ഓർക്കുന്നത് തന്നെ ഇന്നാണ്. ഞങ്ങളൊരു 3-4 ദിവസത്തിനുള്ളിൽ പോകണം. പോയാ നീ താമസിക്കോ? പറയാൻ പറ്റില്ലടാ. ഏയ് സാരമില്ലടാ, നീ പോയിട്ട് വാ, ഞങ്ങളിതിൻ്റെ ഫ്ലാറ്റിൽ തന്നെ ഉണ്ടാവും. അതാ വേറൊരു പ്രോബ്ലം. വന്ദനയുടെ അച്ഛൻ്റെ പേരിലെ ഫ്ലാറ്റ് പുള്ളി വേറൊരാൾക്ക് വാടക കൊടുക്കുന്ന കമ്മിറ്റ് ചെയ്തിരിക്കുക. വന്ദന ഓർമ്മിപ്പിച്ചപ്പോഴാ ഞാനത്. വന്ദനയ്ക്ക് ഇഷ്ടമായില്ലല്ലേ? എടാ നീ കാര്യം ഒന്ന് നേരെ പറഞ്ഞാൽ മതിയല്ലോ. നമ്മൾ തമ്മിൽ ഈ ഒളിച്ചൊളിയൊക്കെ എന്തിനാ? വരണേ സത്യം പറഞ്ഞ മൊത്തം കാര്യങ്ങൾ അവൾ അച്ഛനാണ് കൈകാര്യം ചെയ്യുന്നത്. എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. പിന്നെ ഹാപ്പിയാണ്, ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോകുന്നു. കുഴപ്പമില്ലടാ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. തേജസ്, നമുക്ക് ഇറങ്ങണ്ടേ? ഇനി എന്തൊക്കെ ജോലി ഉണ്ടെന്നറിയോ? പോകുമ്പോ ഗീതാന്റിയുടെ അടുത്ത് ചെല്ലണമെന്ന് പറഞ്ഞു. അവര് കിടക്കുന്നതിന് മുമ്പ് ചെല്ലണ്ടേ? കാര്യങ്ങളൊക്കെ തേജസ് പറഞ്ഞല്ലോ. നമുക്ക് ഇനിയും കാണാട്ടോ. തേജസ്, ഇറങ്ങാം. ഞാനെന്നാ വരുൺ, ഐ എം സോറി. കുഴപ്പമില്ലടാ, ഇറ്റ്സ് ഓക്കെ, നീ ചെല്ലു. വരുൺ, കുറച്ചു നേരം അവൻ നമ്മളെ സന്തോഷിപ്പിച്ചു. ആ സന്തോഷം കഴിഞ്ഞു. ആ നമുക്ക് തെരുവുണ്ടല്ലോ, അത് പിന്നെ ആരുടെ ഉടമസ്ഥയിലല്ലല്ലോ. താമ്പാ. അതെ, എന്റെ മോളെ കാണുന്നുണ്ടായോ? ഇല്ല, കണ്ടില്ല. കണിമംഗലത്ത് ജപ്തി നടന്നു എന്നൊക്കെ ഞങ്ങളും കേട്ടു തിരുമേനി. പക്ഷേ ആ പരമേശ്വര സാറിന്റെ അനിയൻ വന്ന് എല്ലാം ശരിയാക്കിയെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. എന്റെ മോളെ എവിടെയെങ്കിലും കണ്ടായിരുന്നോ? അല്ല, ഈ പ്രശ്നങ്ങളൊക്കെ തീർന്നെന്ന് പറഞ്ഞിട്ട് മോൾ ഇതങ്ങോട്ട് പോയി. ഞാൻ നടക്കട്ടെ. തിരുമേനി കാര്യം പറഞ്ഞിട്ട് പോ. മോള് തനിച്ചാണോ അതോ മോളുടെ ഭർത്താവും ഉണ്ടോ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് പോയതാണോ?